എല്ലാവർക്കും നമസ്കാരം. ഇന്നിവിടെ ചെയ്യുന്നത് നല്ല ടേസ്റ്റി ആയിട്ടുള്ള ഒരു മീൻ അച്ചാറിൻ്റെ റെസിപ്പിയാണ്. ഈ ഒരു അച്ചാർ ഫ്രിഡ്ജിലൊന്നും വെക്കാതെ തന്നെ എത്ര ദിവസം വേണമെങ്കിലും കേടാകാതെ ഇരിക്കും. മീനച്ചാർ ഉണ്ടാക്കാൻ വേണ്ടിയിട്ട് എപ്പോഴും ദശക്കട്ടിയുള്ള മീനാണ് നല്ലത്. ഞാനിവിടെ ചൂരമീനാണ് എടുത്തിരിക്കുന്നത്. മീനിൻ്റെ തൊലിയൊക്കെ കളഞ്ഞ് വൃത്തിയാക്കിയതിന് ശേഷം ഇതൊന്ന് കഴുകിയെടുക്കാം. അതിനുശേഷം മുറിച്ചെടുക്കാം. മീനിവിടെ ചെറിയ കഷ്ണങ്ങളായിട്ട് മുറിച്ച് വെച്ചിട്ടുണ്ട്. മുറിച്ചതിന് ശേഷം മീൻ കഴുകുന്നില്ല. കഴുകിയിട്ടുണ്ടെങ്കിൽ അച്ചാർ പെട്ടെന്ന് കേടായി പോകും. കുറച്ച് ഉപ്പും മുളക് പൊടിയും മഞ്ഞൾപ്പൊടിയും കൂടി ഇട്ട് ഈ മീനൊന്ന് മിക്സ് ചെയ്തെടുക്കാം. മീൻ ഇതുപോലെ മുറിച്ചെടുക്കുമ്പോൾ ഇതിൻ്റെ മുള്ളുള്ള ഭാഗമൊക്കെ മാറ്റിയിട്ടുണ്ട്. ഇതുപോലെ മീനച്ചാർ ഉണ്ടാക്കുമ്പോൾ എപ്പോഴും ദശയ്ക്ക് കുറച്ച് ഉറപ്പുള്ള തരം മീൻ എടുക്കുന്നതാണ് നല്ലത്. ഇവിടെ ഇപ്പോൾ മീനിൽ പൊടികളൊക്കെ നന്നായിട്ട് കോട്ട് ചെയ്തിട്ടുണ്ട്. ഇനി ഇതൊന്ന് വറുത്തെടുക്കാം. മീനച്ചാറിന് വേണ്ടിയിട്ട് വൃത്തിയാക്കിയതിന് ശേഷം ഇവിടെ ഏകദേശം 1 കിലോ മീനാണ് എടുത്തിരിക്കുന്നത്. മീൻ വറുക്കുന്നതിന് വേണ്ടിയിട്ട് വെജിറ്റബിൾ ഓയിലാണ് ഇവിടെ എടുക്കുന്നത്. വെളിച്ചെണ്ണ എടുത്തിട്ടുണ്ടെങ്കിൽ അച്ചാർ പെട്ടെന്ന് കേടായി പോകും. ചൂടായ എണ്ണയിലേക്ക് മീൻ ഓരോന്നായിട്ട് ഇട്ട് കൊടുക്കാം. ഇവിടെ ഇപ്പോൾ പരസ്പരം മുട്ടാത്ത രീതിയിൽ എടുത്തിരിക്കുന്ന മീനിൻ്റെ പകുതി ഇട്ട് കൊടുത്തിട്ടുണ്ട്. ഒരു 3 മിനിറ്റൊക്കെ കഴിയുമ്പോൾ ഇതൊന്ന് മറിച്ചും തിരിച്ചുമൊക്കെ ഇട്ട് കൊടുക്കാം. അച്ചാറിന് വേണ്ടിയിട്ടുള്ള മീൻ വറക്കുമ്പോൾ ഒരുവിധം നന്നായിട്ട് വറുത്തെടുക്കണം. തീരെ സോഫ്റ്റും ഒരുപാട് ഹാർഡുമായി പോകരുത്. ഈ വീഡിയോ ഒന്ന് ശ്രദ്ധിച്ചിട്ടുണ്ടെങ്കിൽ അതിൻ്റെ ഒരു പാകം മനസ്സിലാകും. എല്ലാ ഭാഗവും ഒരേ രീതിയിൽ വറുത്ത് വരുമ്പോൾ ഇത് എണ്ണയിൽ നിന്ന് കോരി മാറ്റാം. ഏകദേശം ഒരു ചെറിയ ബ്രൗൺ കളറൊക്കെ വരും. മീനിവിടെ റെഡി ആയിട്ടുണ്ട്. ഇതിനി എണ്ണയിൽ നിന്ന് കോരി മാറ്റാം. രണ്ടാമത്തെ സെറ്റും ഇവിടെ വറുത്തെടുത്തിട്ടുണ്ട്. ഈ ഒരു പാകത്തിലാണ് മീനിവിടെ വറുത്തെടുത്തിരിക്കുന്നത്. ഇനി ഇതിലേക്ക് വേണ്ട ബാക്കി കാര്യങ്ങൾ ചെയ്തെടുക്കാം. മീൻ വറുത്ത എണ്ണ തന്നെ നമുക്ക് അച്ചാറിന് വേണ്ടിയിട്ട് ഉപയോഗിക്കാം. വറുത്ത എണ്ണയുടെ പകുതി ഞാനിവിടെ വേറൊരു പാത്രത്തിലേക്ക് ഒഴിച്ചു കൊടുത്തിട്ടുണ്ട്. ചൂടായ എണ്ണയിലേക്ക് 1 ടീസ്പൂൺ കടുകും 1/2 ടീസ്പൂൺ ഉലുവായും കൂടെ ചേർത്ത് കൊടുത്തിട്ടുണ്ട്. ഈ കടുകൊന്ന് പൊട്ടി വരണം. കടുക് പൊട്ടി വരുമ്പോൾ ഇതിലേക്ക് 2 വെളുത്തുള്ളി മുഴുവൻ ഇതിലേക്ക് ചേർത്ത് കൊടുക്കുന്നുണ്ട്. മീനച്ചാർ ഉണ്ടാക്കുമ്പോൾ വെളുത്തുള്ളിയും ഇഞ്ചിയൊക്കെ നല്ലോണം ഇട്ടെങ്കിൽ മാത്രമേ ടേസ്റ്റ് കിട്ടുകയുള്ളൂ. ഒരു 2 വലിയ കഷ്ണം ഇഞ്ചി ചെറുതായിട്ട് നീളത്തിൽ മുറിച്ചതും കൂടെ ചേർത്ത് കൊടുക്കാം. എരിവിനനുസരിച്ച് പച്ചമുളകും ചേർത്ത് കൊടുക്കാം. ഞാനിവിടെ 4 പച്ചമുളകും കുറച്ച് കറിവേപ്പിലയും കൂടെ ചേർത്ത് കൊടുത്തിട്ടുണ്ട്. ഇനി ഈ ഇഞ്ചിയുടെയും വെളുത്തുള്ളിയുടെയൊക്കെ പച്ചരുചി മാറുന്നത് വരെ ഒന്ന് ഇളക്കി കൊടുക്കാം. അച്ചാറിന് വേണ്ടിയിട്ടുള്ള വെളുത്തുള്ളി ഇഞ്ചിയൊന്നും ഒരുപാട് സമയം അടുപ്പത്ത് വെക്കേണ്ട ആവശ്യമില്ല. അങ്ങനെ ചെയ്തിട്ടുണ്ടെങ്കിൽ ഇതിൻ്റെ ടേസ്റ്റ് മാറിപ്പോകും. ഇഞ്ചിയുടെയും വെളുത്തുള്ളിയുടെയൊക്കെ ആ പച്ചരുചിയൊക്കെ മാറി നന്നായിട്ട് വാടി വന്നിട്ടുണ്ട്. ഇനി ഇതിലേക്ക് 3 ടേബിൾ സ്പൂൺ മുളക് പൊടി ചേർത്ത് കൊടുക്കുന്നുണ്ട്. 1/2 ടീസ്പൂൺ മഞ്ഞൾപ്പൊടിയും കൂടെ ചേർത്തിട്ടുണ്ട്. ഇവിടെ ചേർത്തിരിക്കുന്ന മുളക് പൊടി എരിവുള്ള മുളകും എരിവില്ലാത്ത മുളകും കൂടെ ഒന്നിച്ച് പൊടിച്ചെടുത്തിരിക്കുന്നതാണ്. പൊടികൾ ചേർത്ത് കൊടുക്കുന്ന സമയത്ത് സ്റ്റൗ ഓഫ് ചെയ്തിട്ടുണ്ട്. അല്ലെങ്കിൽ പൊടിയെല്ലാം കൂടെ പെട്ടെന്ന് കരിഞ്ഞു പോകും. മുളക് പൊടി ചേർക്കുമ്പോൾ പകുതി അളവിൽ കാശ്മീരി ചില്ലി പൗഡറും പകുതി അളവിൽ നല്ല എരിവുള്ള മുളക് പൊടിയും കൂടെ ചേർത്തിട്ടുണ്ടെങ്കിൽ ആവശ്യത്തിനുള്ള എരിവും കളറും അച്ചാറിന് കിട്ടും. വറുത്ത് വെച്ചിരുന്ന മീനെല്ലാം കൂടി ഇവിടെ ഈ കൂട്ടിലേക്ക് ഇട്ട് കൊടുത്തിട്ടുണ്ട്. ഈ സമയത്ത് സ്റ്റൗ ഓൺ ചെയ്യാം. ഇനി ഇതെല്ലാം കൂടെ നന്നായിട്ടൊന്ന് മിക്സ് ചെയ്തെടുക്കാം. ഈ സമയത്ത് 1 ടേബിൾ സ്പൂൺ ഉപ്പും കൂടെ ചേർത്ത് കൊടുക്കുന്നുണ്ട്. അടുത്തതായിട്ട് ചേർത്ത് കൊടുക്കുന്നത് വിനാഗിരിയാണ്. ഏകദേശം ഒരു 300 മില്ലി വിനാഗിരി ഇപ്പോൾ ഇതിലേക്ക് ചേർത്ത് കൊടുക്കുന്നുണ്ട്. കൂടുതൽ ചാറ് പോലെ വേണമെന്നുണ്ടെങ്കിൽ പിന്നീട് ചേർത്ത് കൊടുക്കാം. അച്ചാർ ഉണ്ടാക്കുമ്പോൾ എപ്പോഴും അത്യാവശ്യത്തിന് എരിവും പുളിയും ഉപ്പും ആവശ്യത്തിന് എണ്ണയൊക്കെ ഉണ്ടെങ്കിൽ അച്ചാർ നല്ല ടേസ്റ്റും കുറേ കാലം കേടാകാതെയും ഇരിക്കുകയുള്ളൂ. ഇതിലേക്ക് 1 സ്പൂൺ ഉപ്പും കൂടെ ചേർത്ത് കൊടുത്തിട്ടുണ്ട്. മൊത്തത്തിൽ ഈ അച്ചാറിൽ 3 ടേബിൾ സ്പൂൺ ഉപ്പാണ് ചേർത്ത് കൊടുത്തിരിക്കുന്നത്. ഈ അച്ചാർ നന്നായിട്ടൊന്ന് തിളച്ച് വരുമ്പോൾ തീ ഓഫ് ചെയ്ത് കൊടുക്കാം. ഇതുപോലെ അച്ചാർ ഉണ്ടാക്കി ഒരു 2 ദിവസം കഴിയുമ്പോഴേക്ക് എരിവും പുളിയൊക്കെ ഈ മീനിൽ നന്നായിട്ട് പിടിച്ചു വരും. ആ ഒരു സമയത്തായിരിക്കും ഈ അച്ചാറിന് കൂടുതൽ ടേസ്റ്റ്. ഈ അച്ചാർ ഒന്ന് തണുക്കാൻ വേണ്ടിയിട്ട് വെച്ചിട്ടുണ്ട്. ഇത് പിറ്റേ ദിവസം ആയപ്പോഴേക്കുള്ള അച്ചാറിൻ്റെ ഒരു അവസ്ഥയാണ്. ഈ സമയമായപ്പോഴേക്ക് മീനിൻ്റെ കഷ്ണത്തിലേക്കൊക്കെ വിനാഗിരി നന്നായിട്ട് പിടിച്ചു വന്നിട്ടുണ്ട്. ഇനിയും ചാറ് വേണമെന്നുള്ളവർക്ക് ഈ സമയത്ത് കുറച്ച് വിനാഗിരി ചേർത്ത് കൊടുക്കാം. ഞാനിതിലേക്ക് ഇനി വിനാഗിരിയോ വേറെ ഒന്നും ചേർത്ത് കൊടുക്കുന്നില്ല. ഇനി ഈ അച്ചാർ നിറഞ്ഞിരിക്കുന്ന പാകത്തിലുള്ള ഒരു കുപ്പിയിലേക്ക് മാറ്റാം. ബാക്കിയുള്ള അച്ചാർ ഒരു ചെറിയ കുപ്പിയിലേക്കും മാറ്റുന്നുണ്ട്. വലിയ കുപ്പിയിലെ അച്ചാർ കുറേശ്ശെ ചെറിയ കുപ്പിയിലേക്ക് മാറ്റി ആവശ്യത്തിനനുസരിച്ച് ഉപയോഗിക്കാം.
ഇങ്ങനെ ചെയ്തിട്ടുണ്ടെങ്കിൽ എത്ര കാലം വേണമെങ്കിലും അച്ചാർ കേടാകാതെ ഇരിക്കും. നമുക്കിത് ഫ്രിഡ്ജിലൊന്നും വെക്കേണ്ട ആവശ്യമില്ല. അച്ചാർ ഉണ്ടാക്കുന്ന സമയത്ത് ഒരു വെള്ളമുള്ള സാധനവും അച്ചാറിലേക്ക് ഉപയോഗിക്കാൻ പാടില്ല. അതുപോലെ തന്നെ സൂക്ഷിക്കുന്ന കുപ്പിയും നന്നായിട്ട് ഉണങ്ങിയതായിരിക്കണം. അങ്ങനെയാണെങ്കിൽ അച്ചാർ എത്ര ദിവസം വേണമെങ്കിലും കേടാകാതിരിക്കും. അഥവാ കേടാകുമെന്ന് സംശയമുള്ളവർക്ക് ഇത് ഫ്രിഡ്ജിൽ സൂക്ഷിക്കാം. ഇന്നത്തെ ഈ അച്ചാറിൻ്റെ റെസിപ്പി എല്ലാവർക്കും ഇഷ്ടപ്പെട്ടെന്ന് വിചാരിക്കുന്നു. ഇഷ്ടപ്പെട്ടെങ്കിൽ ഇതുപോലെ ചെയ്തു നോക്കുക. പുതിയൊരു വീഡിയോയുമായിട്ട് വീണ്ടും കാണാം.